ഹായ്, എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ അഡീനിയം പ്ലാന്റ് കളക്ഷൻസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്, അതായത് 10ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇതിന് മുൻപുള്ള വീഡിയോസ് കണ്ടില്ലാത്തവർ കാണണം. നമ്മളതിൻ്റെ ലിങ്കൊക്കെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ, ഈ വീഡിയോയുടെ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. നമ്മുടെ ഈ അഡീനിയം പ്ലാന്റ് കളക്ഷൻസിൻ്റെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 6 പാർട്ട് നോർമൽ വെറൈറ്റീസും ബാക്കി വരുന്ന 7 മുതൽ 10 പാർട്ട് വരെ നമ്മുടെ കയ്യിലുള്ള പ്രീമിയം കളക്ഷൻസും ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഡബിൾ പെറ്റൽ പ്ലാന്റ് തന്നെയാണ്. ഒരു റെഡ് പ്ലസ് ക്രീം ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. അതിലൂടെ നമ്മുടെ ഫസ്റ്റ് പെറ്റൽ അല്ലാണ്ട് അതിന് ബാക്കി വരുന്ന ലെയേഴ്സുള്ള പെറ്റൽസ് എല്ലാം ഒരു ക്രീം ഷെയ്ഡും അതിലൂടെ സെൻറ്ററിൽ കൂടെ ഒരു റോസ് ലൈനും വരുന്ന ഒരു നല്ല മനോഹരമായ ഒരു ഫ്ലവറാണിത്. നെക്സ്റ്റ് വരുന്നത് ഒരു വയലറ്റ് പ്ലസ് റോസ് ഷെയ്ഡിൽ വരുന്നൊരു പ്ലാന്റ് ആണ്. പിന്നെ അതിൻ്റെ വളരെ നേർത്ത രീതിയിൽ ക്രീം കളറും കൂടെ വരുന്നുണ്ട്. മൾട്ടിപ്പെറ്റൽ തന്നെയാണ്, നല്ലൊരു ഫ്ലവർ. നെക്സ്റ്റ് വരുന്നതും നല്ല ഡാർക്ക് വയലറ്റ് പ്ലസ് പർപ്പിൾ ഷെയ്ഡ് വരുന്നൊരു ഫ്ലവറാണ്. വളരെ മനോഹരമായൊരു ഫ്ലവർ. ഈ പെറ്റൽസിൻ്റെ എല്ലാം സെൻറ്ററിൽ കൂടെ ഒരു വൈറ്റ് ലൈൻസ് പോകുന്നുണ്ട്. വളരെ മനോഹരമായൊരു ഫ്ലവറാണിത്. നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഇതും മൾട്ടിപ്പെറ്റൽ ഫ്ലവർ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ തന്നെയാണ്. റെഡ് പ്ലസ് യെല്ലോ ഷെയ്ഡ് വരുന്ന മിക്സ് ചെയ്ത് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ. അതും ഈ സെൻറ്ററിൽ കൂടെ യെല്ലോ ലൈൻസും വരുന്നുണ്ട്. മൾട്ടിപ്പെറ്റൽ ഫ്ലവർ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നതും ഒരു പർപ്പിൾ പ്ലസ് റോസ് ഷെയ്ഡ് വരുന്നൊരു കളർ കോമ്പിനേഷനാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ മിക്ക ഫ്ലവേഴ്സിൻ്റെയും നേരത്തെ ലൈൻ പോലെ സെൻറ്ററിൽ കൂടെ വരുന്നുണ്ട്. അതുപോലെ ഈ ഫ്ലവറിൻ്റെയും സെൻറ്ററിൽ കൂടെ ഒരു റോസ് കളർ ലൈനും വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള കളർ ഷെയ്ഡ് തന്നെയാണ്, വയലറ്റ് പ്ലസ് പിങ്ക്. പക്ഷേ ഇതിൽ ഓരോ ഫ്ലവറിലും നല്ല വ്യത്യാസം വരുന്നുണ്ട്. മുൻപ് കണ്ട അതേ കളർ കോമ്പിനേഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ വ്യത്യസ്ത ഡിസൈനിലും അതിൻ്റെ ഷേപ്പിലും നല്ല വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഈ ഫ്ലവർ ഒത്തിരി ഉണ്ടാവും കേട്ടോ. ആ പ്ലാന്റ് കാണാത്ത രീതിയിൽ തന്നെ ഒത്തിരി ഫ്ലവർ പൂക്കുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഫ്ലവർ. നെക്സ്റ്റ് വരുന്നത് യെല്ലോ പ്ലസ് മെറൂൺ ഷെയ്ഡും. പിന്നെ ഇത് ഫ്ലവർ വരുന്ന സമയത്ത് റെഡ് ആണെങ്കിലും അത് നല്ല ഫ്ലവർ ഒരു ഫുൾ ഫ്ലവറായി മാറുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൗണിഷ് റെഡായിട്ട് മാറുന്നതായിരിക്കും. 2 കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു മൾട്ടിപ്പെറ്റൽ ഫ്ലവറാണിത്. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡാണ്. പ്യുവർ റെഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു മെറൂണിഷ് റെഡും പ്ലസ് വൈറ്റ് കളറും കൂടെ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. മൾട്ടിപ്പെറ്റൽ ഫ്ലവർ തന്നെയാണ്. സോ നല്ലൊരു ഫ്ലവർ. നെക്സ്റ്റ് വരുന്നതും ഒരു യെല്ലോ പ്ലസ് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു മൾട്ടിപ്പെറ്റൽ ഫ്ലവറാണ്. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 146 എന്നാണ്. ഈ ഫ്ലവറിൻ്റെ ആ എഡ്ജസിൽ വേണ്ടി മാത്രം ഒരു റെഡ് ലൈനും വരുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കി നമുക്കറിയാൻ പറ്റും. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലവറാണിത്. നെക്സ്റ്റ് വരുന്നത് റെഡ് കളറാണ്. പക്ഷേ റെഡിൻ്റെ തന്നെ പല ഷെയ്ഡും വരുന്നുണ്ട്. പ്യുവർ റെഡ് പ്ലസ് ഒരു ബ്ലാക്കിഷ് റെഡും കൂടെ ചേർന്ന് വരുന്ന ഒരു മിക്സഡ് കളറാണ്. പിന്നെ അതിൻ്റെ പെറ്റൽസിൽ വളരെ ചെറിയ രീതിയിൽ വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് വളരെ ഒരു ക്യൂട്ട് ഫ്ലവറാണ് അല്ലേ, കാണുമ്പോൾ തന്നെ എന്താ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. ഒരു ലൈറ്റ് യെല്ലോ പ്ലസ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന വളരെ മനോഹരമായ ഒരു സ്മോൾ ഫ്ലവറാണ്. മൾട്ടിപ്പെറ്റലാണ്. നമ്മൾ ഇതിന് കോഡ് നൽകിയിട്ടുള്ളത് 157. നെക്സ്റ്റ് വരുന്നതും നല്ലൊരു മൾട്ടിപ്പെറ്റൽ ഫ്ലവറാണ്. ഒരു റോസ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു മിക്സഡ് കോമ്പിനേഷനാണ്. ലൈനിൽ സെൻറ്ററിൽ കൂടെ വൈറ്റ് ലൈനും വരുന്നുണ്ട്. നല്ലൊരു ഫ്ലവർ. നമ്മൾ ഇതിന് കോഡ് നൽകിയിട്ടുള്ളത് ഈ പ്ലാന്റിന് 144 എന്നാണ് കോഡ് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് കളർ ഫ്ലവറാണ്. ലൈറ്റ് ഷെയ്ഡ്, പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡും നല്ല ഡാർക്ക് ഷെയ്ഡും വരുന്നൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു മൾട്ടിപ്പെറ്റൽ ഫ്ലവറാണിത്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 150. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് വയലറ്റ് പ്ലസ് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന പ്ലാന്റ് ആണ്. മൾട്ടിപ്പെറ്റൽ പ്ലാന്റ് ആണ്. സോ ഇത് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 143. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവറാണ്. ശരിക്കും ഇത് നേരിട്ട് കാണാനും വളരെ ഭംഗിയാണ് കേട്ടോ. ഇത് നല്ല ഫ്ലവറായി വരുമ്പോഴത്തേക്കും ഒത്തിരി വലിപ്പം തോന്നിക്കും. ഇത് ഒരു ലൈറ്റ്
എന്താ പറയുക, ലൈറ്റ് ഒരു ക്രീം പ്ലസ് റെഡ് ഷെയ്ഡിൽ വരുന്നൊരു കളറാണ്. പ്യുവർ വൈറ്റ് അല്ല, പക്ഷെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് കാണുമ്പോൾ അത് നേരിട്ട് കാണണം, എന്നാലാണ് ആ ഭംഗി നമുക്കറിയാൻ പറ്റുക. ആ സെൻറ്ററിൽ കൂടെ ഉള്ള റെഡ് ലൈനും വളരെ ഭംഗിയാണ്, അതിന് ഭംഗി കൂട്ടും. സോ ഇത് നമ്മൾ ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 145. നെക്സ്റ്റ് വരുന്നത് റെഡ് കളർ ഫ്ലവറാണ്. ഈ ഫ്ലവർ നമ്മൾ പൂക്കുന്ന സമയത്ത് റെഡ് ആണെങ്കിലും അത് നല്ലൊരു ഫ്ലവറായി മാറുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൗണിഷ് റെഡാണ്. ഓക്കെ, ലൈറ്റ് റെഡ് അല്ല, നല്ലൊരു ബ്രൗൺ കളർ റെഡായിട്ട് മാറും. സോ മൾട്ടിപ്പറ്റിൽ തന്നെയാണ് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 118. നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു കളർ കോമ്പിനേഷനാണ്. വയലറ്റ് പ്ലസ് റോസ് ഷെയ്ഡിൽ വരുന്ന മൾട്ടിപ്പറ്റൽ ഫ്ലവർ തന്നെയാണ്. സോ ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 103. നെക്സ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. കളർ കോമ്പിനേഷനും ആണ്. വൈറ്റ് പ്ലസ് വയലറ്റ് ഷെയ്ഡ് വളരെ ഭംഗിയാണ്. സോ ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 142 എന്നാണ്. ആ ഫ്ലവർ ശ്രദ്ധിച്ച് നോക്കിയാൽ ലാസ്റ്റ് ആ എഡ്ജസ്റ്റിലുള്ള വയലറ്റ് കളർ ഷെയ്ഡിലെ എന്താ ഭംഗിയെന്നറിയാമോ? എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ പ്ലാന്റ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ കോഡ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയും. അത് നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും ആൾക്കാർക്ക് ഏത് കളർ കോമ്പിനേഷനാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുക ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ട്രൈ കളർ ഫ്ലവറാണ്. വളരെ ലൈറ്റ് പിങ്ക് പ്ലസ് റെഡ് പ്ലസ് വയലറ്റ്, വളരെ ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. ആ ഒരു ട്രൈ കളർ ആ ഡാർക്ക് ഷെയ്ഡിൽ കഴിഞ്ഞിട്ടും ആ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നത് വളരെ എന്താ പറയുക, കാണാൻ ഭയങ്കര സുഖമാണ്. ഈ പ്ലാന്റ് നമ്മൾ കോഡ് ശ്രദ്ധിച്ചോളൂ. കോഡ് നൽകിയിട്ടുള്ളത് 113 എന്നാണ്. നെക്സ്റ്റ് വരുന്നതും ഒരു ബ്യൂട്ടിഫുൾ ഒരു ക്യൂട്ട് വൈറ്റ് പ്ലസ് റെഡ് ഷെയ്ഡ് തന്നെയാണ്. സെൻറ്ററിൽ കൂടെ റെഡ് ലൈൻസും വരുന്നുണ്ട്. പിന്നെ ആ റെഡ് പ്യുവർ റെഡ് അല്ല, ഒരു പിങ്കിഷ് റെഡാണ്. നെക്സ്റ്റ് വരുന്നതും ഒരു ഫേവറേറ്റ് പ്ലാന്റ് തന്നെയാണ്. ഒരു റോസ് പ്ലസ് വൈറ്റ് ഷെയ്ഡാണ്. പക്ഷേ അതിൻ്റെ പെറ്റൽസിലെ ആ ലൈൻസ് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഒരു ഫ്ലവർ വരച്ച ഒരു രീതി തന്നെയല്ലേ ഈ ഫ്ലവർ കാണുമ്പോഴത്തേക്കും. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ഒരു പ്ലാന്റ്. ഈ കോഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത് 138. നെക്സ്റ്റ് വരുന്നത് നമ്മൾ മുൻപൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു ഫ്ലവറിനെ പോലെ തന്നെയാണ്, ആ ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ വൈറ്റിഷ് കൂടുതലാണ്. ഒരു പിങ്ക് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന മൾട്ടിപ്പറ്റൽ ഫ്ലവറാണ്. സോ നമ്മൾ ഈ പ്ലാന്റിന് കോഡ് നൽകിയിട്ടുള്ളത് 123. നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് പ്ലസ് ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. പ്യുവർ പിങ്കും അല്ല എന്നാൽ വൈറ്റും അല്ലാത്തൊരു രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. നമ്മൾ ഈ പ്ലാന്റിന് കോഡ് നൽകിയിട്ടുള്ളത് 134. നെക്സ്റ്റ് വരുന്നതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് പ്ലസ് വൈറ്റ് ഷെയ്ഡിലുള്ളൊരു ഫ്ലവറാണ്. അതിൻ്റെ ലീവ്സ് മുൻപ് കണ്ടുള്ള ലീവ്സ് പോലെയല്ല, കുറച്ചും കൂടെ കൂർത്ത ഷേപ്പിലുള്ള ഒരു പെറ്റൽ രീതിയാണ് ഈ ഫ്ലവറിൻ്റേത്. നമ്മൾ ഈ ഫ്ലവറിന് കോഡ് നൽകിയിട്ടുള്ളത് 104. നെക്സ്റ്റ് വരുന്നതും ഒരു ക്യൂട്ട് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു മൾട്ടിപ്പറ്റൽ ഫ്ലവറാണ്. പ്യുവർ പിങ്ക് അല്ല, ഒരു വൈറ്റ് പ്ലസ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന മൾട്ടിപ്പറ്റൽ ഫ്ലവറാണിത്. കോഡ് നൽകിയിട്ടുള്ളത് 112. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. റെഡ് പ്ലസ് യെല്ലോയിൽ മൾട്ടിപ്പറ്റൽ ഫ്ലവർ. പക്ഷേ ഈ ഫ്ലവറിനൊന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ സെൻറ്റർ പാർട്ടിൽ വരുന്ന പെറ്റൽസ് എല്ലാം വേറെ ഡിസൈനാണ്. മീൻസ് ഫുള്ളി വിരിഞ്ഞ ഒരു രീതിയിലല്ല പെറ്റൽസ് വരുന്നത്. സെൻറ്റർ പാർട്ട് കുറച്ചൊരു കവേർഡ് രീതിയിൽ വരുന്ന ഒരു ഫ്ലവർ ടൈപ്പാണ്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്ലവർ. സോ നമ്മൾ ഈ ഫ്ലവറിന് കോഡ് നൽകിയിട്ടുള്ളത് 117. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഷെയ്ഡ് വരുന്നൊരു കളർ കോമ്പിനേഷനിൽ, അതായത് വയലറ്റ്. ആ വയലറ്റ് നല്ല ഡാർക്കാണ്, ഒരു ബ്ലാക്ക് എന്ന് തന്നെ പറയാം. ബ്ലാക്ക് പ്ലസ് ഒരു നല്ലൊരു വയലറ്റ് ഷെയ്ഡും പിങ്ക് ഷെയ്ഡും വരുന്നൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന മൾട്ടിപ്പറ്റൽ ഫ്ലവറാണ്. സോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ക്യൂട്ട് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവറാണ്. പിങ്ക് പ്ലസ് യെല്ലോ ഷെയ്ഡിൽ വരുന്നൊരു ഫ്ലവറാണ്. മൾട്ടിപ്പറ്റൽ തന്നെയാണ്. സോ ഇതിൻ്റെ നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 107.
നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ക്യൂട്ട്, എന്താ പറയുക, അങ്ങനെ ഒരുപാട് പെറ്റൽസ് ഒന്നും ഇല്ലാണ്ട് ഒരു 2 or 3 അത്രയും പെറ്റൽസ് ലെയറേ വരുന്നുള്ളൂ. പക്ഷേ നല്ലൊരു ലൈറ്റ് പിങ്ക് പ്ലസ് റോസ് ഷെയ്ഡിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. അതിൻ്റെ ഏറ്റവും സെൻറ്റർ പാർട്ടിൽ മാത്രം ഒരു സർക്കിൾ ഷേപ്പിൽ വയലറ്റ് കളർ വരുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇത് നല്ലൊരു ക്യൂട്ട് ഫ്ലവറാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 116. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന യെല്ലോ പ്ലസ് ഒരു ഓറഞ്ചിഷ് റെഡാണ്. സോ മൾട്ടിപ്പറ്റൽ തന്നെയാണ്. നമ്മൾ ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 124. സോ ഇന്നത്തെ പാർട്ട് വീഡിയോയിലെ നമ്മൾ ലാസ്റ്റ് പ്ലാന്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ റെഡ് പ്ലാന്റ് ആണ്. റെഡ് മാത്രമല്ല, റെഡ് പ്ലസ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ്. സോ മൾട്ടിപ്പെറ്റലാണ്. അത് ഫുള്ളി ഫ്ലവേർഡ് ആവാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. സിംഗിൾ പെറ്റലല്ല, അത് 2 or 3 ലെയേഴ്സ് ഉള്ള ഒരു മൾട്ടിപ്പെറ്റൽ ഫ്ലവർ തന്നെയാണ്. നമ്മൾ ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 130. സോ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് നമ്മൾ കളക്ഷൻസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് 10ാമത്തെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ 10 വീഡിയോസും കാണുക, അഭിപ്രായങ്ങൾ പറയുക. ഇതിൽ ഇഷ്ടപ്പെട്ട വെറൈറ്റി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും നിങ്ങൾക്ക്, അതായത് ഓരോരുത്തരുടെയും ഇഷ്ടം എങ്ങനെയായിരിക്കും എന്ന രീതിയിലൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. പിന്നെ എന്താ ഷെയർ ചെയ്യുക. ഇതുപോലെ അഡീനിയം പ്ലാന്റ്സ് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. സോ ബൈ ഫ്രം എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനൽ.